ആദ്യ പ്രസവം കഴിഞ്ഞ് തിരിച്ച് ഭർത്താവിൻ്റെ വീട്ടിലെത്തിയ എനിക്ക് ആശങ്കകളേറെയായിരുന്നു. കുഞ്ഞിനെ പഴയതുപോലെ എനിക്ക് ശ്രദ്ധിക്കാൻ പറ്റുമോ? അവന് വിശക്കുമ്പോഴൊക്കെ ഓടിച്ചെന്ന് പാല് കൊടുക്കാൻ പറ്റുമോ? ഇടയ്ക്കിടെ നനയുന്ന അവൻ്റെ ഡയപ്പർ ചേഞ്ച് ചെയ്യാൻ പറ്റുമോ? കാരണം അവൻ ജനിച്ചിട്ട് കഴിഞ്ഞ 2 മാസവും എൻ്റെ വീട്ടിലായിരുന്നതുകൊണ്ട് എനിക്ക് കുഞ്ഞിനെ നോക്കുന്ന ജോലി മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. വീട്ടുജോലികളൊക്കെ അമ്മയും ചേച്ചിയും കൂടെ ചെയ്യുമായിരുന്നു. ഭർത്താവിൻ്റെ വീട്ടിലെ സ്ഥിതി അങ്ങനെയല്ല. അവിടെ ഏട്ടനും അമ്മയും അച്ഛനും അനുജനും ഒക്കെ ഉള്ളതുകൊണ്ട് അവർക്ക് വെച്ച് വിളമ്പുകയും അവരുടെ കാര്യങ്ങളെല്ലാം നോക്കുകയും വേണം. സ്വന്തം വീട്ടിൽ ഇതുവരെ കിട്ടിയിരുന്ന വിശ്രമജീവിതം ഇനി ഇവിടെ നടക്കില്ല എന്ന് എനിക്ക് മനസ്സിലായി. ഉച്ചയൂണും കഴിച്ചിട്ടാണ് ഏട്ടൻ്റെ അച്ഛനും അമ്മയും കൂടി എന്നെ കൂട്ടിക്കൊണ്ടു വന്നത്. ദീർഘദൂര യാത്ര കഴിഞ്ഞ് വീട്ടിലെത്തിയപ്പോഴേക്കും മോൻ നല്ല മയക്കത്തിലായിരുന്നു. യാത്രയുടെ ആലസ്യം കൊണ്ട് എനിക്കും ഉറക്കം വന്നെങ്കിലും പേടി കാരണം ഉറങ്ങിയില്ല. കുഞ്ഞിനെ കട്ടിലിൻ്റെ നടുക്ക് കിടത്തിയിട്ട് വേഗം തന്നെ ഞാൻ സാരി മാറ്റി വീട്ടിൽ നിന്ന് കൊണ്ടുവന്ന പുതിയ നൈറ്റി എടുത്ത് ധരിച്ചു. അപ്പോഴാണ് അമ്മ പ്രത്യേകം തന്നുവിട്ട ഏപ്രൺ ബാഗിലിരിക്കുന്നത് കണ്ടത്. പുതിയ നൈറ്റി അഴുക്കാക്കണ്ട എന്ന് കരുതി ഏപ്രൺ എടുത്ത് കെട്ടിക്കൊണ്ടാണ് ഞാൻ അടുക്കളയിലേക്ക് ചെന്നത്. ഇതെന്താ മോളെ, പാചകക്കാരികളെപ്പോലെ വേഷം കെട്ടിയിട്ട് എന്ത് ചെയ്യാൻ പോകുന്നു? എന്നെ കണ്ടതും അമ്മായിയമ്മ ആകാംക്ഷയോട് ചോദിച്ചു. അല്ലമ്മേ, അടുക്കളയിൽ ഒരുപാട് ജോലി ഉണ്ടാവില്ലേ? പാത്രങ്ങളൊക്കെ കഴുകുമ്പോൾ നൈറ്റി അഴുക്കാകണ്ടെന്ന് കരുതി കെട്ടിയതാണ് ഞാനിത്, വിളർച്ചയോടെ ഞാൻ പറഞ്ഞു. അതിന് ഇന്നത്തെ അടുക്കള പണിയൊക്കെ നേരത്തെ കഴിഞ്ഞു. വൈകിട്ടത്തേക്ക് കഴിക്കാനുള്ളത് ഹോട്ടലിൽ നിന്ന് വാങ്ങിച്ചുകൊണ്ട് വരാൻ ഞാൻ അഭിയെ വിളിച്ചു പറഞ്ഞിട്ടുണ്ട്. ഇത്രയും ദൂരം യാത്ര കഴിഞ്ഞ് വന്നിട്ട് ചപ്പാത്തി ചുടാനും കറി വയ്ക്കാനും ഒന്നും ആവില്ലെന്ന് എനിക്കറിയാമായിരുന്നു. അത് കേട്ടപ്പോൾ എനിക്ക് വല്ലാത്ത ആശ്വാസം തോന്നി. ഇന്നെന്തായാലും റെസ്റ്റ് കിട്ടും. നാളെ മുതൽ ജോലിയിൽ പ്രവേശിച്ചാൽ മതി. മോള് പോയി കുറച്ച് കിടന്നോളൂ. 2 മണിക്കൂറോളം ഒരേ ഇരിപ്പ് ഇരുന്നതല്ലേ, നടുവേദനിക്കുന്നുണ്ടാവില്ലേ? അത് കേൾക്കേണ്ട താമസം. ശരിയമ്മേ എന്ന് പറഞ്ഞ് ഞാൻ റൂമിലേക്ക് തിരിച്ചുപോയി. മോനെപ്പോഴും നല്ല ഉറക്കത്തിൽ തന്നെയായിരുന്നു. ഡയപ്പർ പരിശോധിച്ചപ്പോൾ നനഞ്ഞിട്ടില്ല. സമാധാനത്തോടെ ഞാൻ അവനോട് ചേർന്ന് മെല്ലെ ചെരിഞ്ഞു കിടന്നു. പെട്ടെന്ന് തന്നെ ഉറങ്ങിപ്പോയ ഞാൻ മോൻ്റെ കരച്ചിൽ കേട്ടാണ് ഉണർന്നത്. അവൻ്റെ ഡയപ്പർ നന്നായി കുതിർന്നിരിക്കുന്നു. വിശന്നിട്ടാണ് അവൻ കരഞ്ഞതെന്ന് മനസ്സിലാക്കിയ ഞാൻ ഡയപ്പർ ഊരി മാറ്റിയിട്ട് അവന് പാല് കൊടുത്തു. ഞാൻ ഉറങ്ങിയ സമയത്ത് ആരോ വന്ന് മുറിയുടെ ജനൽപ്പാളികളൊക്കെ അടച്ചിട്ട് കുറ്റിയിട്ടിട്ടുണ്ട്. പുറത്ത് ഇരുട്ട് വ്യാപിച്ചിരുന്നു. ക്ലോക്കിലേക്ക് നോക്കിയപ്പോൾ സമയം 7:30 കഴിഞ്ഞിരിക്കുന്നു. ഞാൻ ഏതാണ്ട് 1.5 മണിക്കൂറോളം ഉറങ്ങിയിട്ടുണ്ട്. പാല് കുടിച്ച് വയറ് നിറഞ്ഞ മോൻ വീണ്ടും മയക്കത്തിലേക്ക് വീണപ്പോൾ ഞാൻ എഴുന്നേറ്റു. ഏട്ടൻ കടയടച്ചു വരുമ്പോൾ 9 മണി കഴിയും. വേനൽ ചൂടിൻ്റെ കാഠിന്യം കൊണ്ട് ഫാൻ ഫുൾ സ്പീഡിലിട്ട് കറക്കിയിട്ടും ശരീരം വിയർത്തിട്ടുണ്ട്. ഏട്ടൻ വരുന്നതിന് മുൻപ് ഒന്ന് ദേഹം കഴുകിയേക്കാമെന്ന് കരുതി ഞാൻ ബാത്റൂമിലേക്ക് കയറി. ഡ്രസ്സൊക്കെ അഴിച്ചിട്ട് ഷവറിനടിയിൽ നിൽക്കുമ്പോഴാണ് മോൻ്റെ കരച്ചിൽ കേട്ടത്. ഈശ്വര, ഹാളിലെ ടിവിയുടെ മുന്നിൽ സീരിയലിൻ്റെ ശ്രദ്ധയിലാണ് അമ്മയും അച്ഛനും ഇരിക്കുന്നത്. കുഞ്ഞ് കരയുന്നതൊന്നും അവർ കേൾക്കാൻ വഴിയില്ല. വെപ്രാളം കൊണ്ട് ഞാൻ വേഗം ഷവർ പൂട്ടി ടവലെടുത്ത് ദേഹം തുടച്ച്. അപ്പോഴേക്കും മുറിക്കുള്ളിൽ നിന്നും ഒരു താരാട്ടുപാട്ട് കേട്ട ഞാൻ അത്ഭുതപ്പെട്ടുപോയി. മോൻ്റെ കരച്ചിൽ കേട്ട് ഓടിയെത്തിയതാണ് ഏട്ടൻ്റെ അമ്മ. ജാനകിയമ്മയുടെ ആ പാട്ട് എന്ത് നല്ല ഈണത്തിലാണ് അമ്മ പാടുന്നത്. പിടിച്ചു കെട്ടിയതുപോലെ മോൻ്റെ കരച്ചിൽ നിന്നു. അതോടെ എൻ്റെ ആധിയും മാറി. വീണ്ടും ഷവർ തുറന്ന് നന്നായി ദേഹം കഴുകി തുടച്ചാണ് ഞാൻ മുറിയിലേക്ക് ചെന്നത്. അപ്പോൾ ഞാൻ കണ്ട കാഴ്ച മനസ്സിനെ കുളിരണിയിക്കുന്നതായിരുന്നു. അമ്മ പേരക്കിടാവിനെ മാറോട് ചേർത്ത് പിടിച്ച് മുറിയിൽ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നു. ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് പോലെ അമ്മയുടെ താരാട്ടുപാട്ടിപ്പോൾ മൂളലായി മാറിയിട്ടുണ്ട്. അവൻ ഉറങ്ങിയത് കൊണ്ടാകാം അമ്മ ശബ്ദം കുറച്ചത്. ആ, മോള് വന്നോ? ദാ കുഞ്ഞിനെ പിടിക്കേ. അമ്മ ആ സീരിയലൊന്ന് കണ്ടു തീർക്കട്ടെ. സീരിയൽ കഴിഞ്ഞിട്ടേ അമ്മയ്ക്ക് എന്തോ ഉള്ളൂ. എന്നിട്ടും കുഞ്ഞിൻ്റെ കാര്യത്തിൽ അമ്മ കാണിച്ച ജാഗ്രത എന്നെ സന്തോഷിപ്പിച്ചു. 9 മണി കഴിഞ്ഞപ്പോൾ ഏട്ടൻ ചപ്പാത്തിയും ചിക്കൻ കറിയുമായി വന്നു. മോള് കുഞ്ഞിനെ ഇങ്ങ് കൊണ്ടുവാ, എന്നിട്ട് നിങ്ങളെല്ലാവരും കൂടി ഇരുന്ന് കഴിക്കേ. സീരിയൽ തീർന്നപ്പോൾ TV ഓഫ് ചെയ്തുകൊണ്ട് അച്ഛൻ എന്നോട് പറഞ്ഞു. അപ്പോൾ അച്ഛന് കഴിക്കണ്ടേ? അച്ഛൻ രാവിലത്തെ കഞ്ഞി മിച്ചമുണ്ടായിരുന്നത് ഞാൻ ചൂടാക്കി കൊടുത്തു. ചിക്കനും ചപ്പാത്തിയും ഒന്നും അച്ഛന് ഇഷ്ടമല്ല. മോള് വന്നിരിക്കേ, നമുക്ക് കഴിക്കാം. അമ്മയുടെ ക്ഷണം കൂടിയായപ്പോൾ കുഞ്ഞിനെ അച്ഛനെ ഏൽപ്പിച്ച് ഞാൻ ടേബിളിൽ ചെന്നിരുന്നു. കേട്ടോ മോളെ, തുണി അലക്കാനും നിലം തുടിച്ച് വൃത്തിയാക്കാനുമായിട്ടാണ് ഞാൻ ആ അമ്മിണിയമ്മയോട് നാളെ മുതൽ വരാൻ പറഞ്ഞിട്ടുണ്ട്. പിന്നെ അടുക്കളയിലെ ജോലിയൊക്കെ ഞാൻ നോക്കിക്കൊള്ളാം. ഇടയ്ക്ക് വന്ന് അമ്മയെ എന്തെങ്കിലും ഒന്ന് സഹായിച്ചു തന്നിട്ട് ബാക്കി മുഴുവൻ സമയവും മോള് കുഞ്ഞിൻ്റെ കാര്യങ്ങൾ നോക്കിക്കോ. അല്ലമ്മേ, അമ്മയ്ക്ക് തീരെ വയ്യെന്നും അതുകൊണ്ട് ഞാൻ വേഗം തിരിച്ചു വരണമെന്നും ഏട്ടൻ കഴിഞ്ഞ ആഴ്ച വന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് എന്നെ കൊണ്ടുവന്നത്. അത് ഞാൻ രാജേഷിനോടൊരു കളവ് പറഞ്ഞതാണ് മോളെ. മോള് പ്രസവത്തിന് പോയതിനു ശേഷം രാജേഷ് കടയിലും രതീഷ് പഠിക്കാനും പോയി കഴിയുമ്പോൾ ഞാനും അച്ഛനും കൂടി ഒന്നും ചെയ്യാനില്ലാതെ വെറുതെ ഇരുന്ന് മടുത്തപ്പോഴാണ് നീയും കുഞ്ഞും വന്നാൽ
വീടിനൊരു ഉണർവുണ്ടാകുമെന്നും കുഞ്ഞിൻ്റെ കളിച്ചിരികൾ കാണുമ്പോൾ ഞങ്ങളുടെ മുഷിച്ചിൽ മാറുമെന്നും മനസ്സിലായത്. പക്ഷേ പ്രസവത്തിന് പകരം സിസേറിയൻ ആയതുകൊണ്ട് 3 മാസം തികയാതെ നിന്നെ വിട്ടുതരുമോ എന്ന് ഒരു സംശയം ഉണ്ടായിരുന്നതുകൊണ്ടാണ് രാജേഷിനോട് ഞാൻ അങ്ങനെ ഒരു കളവ് പറഞ്ഞത്. അതും പറഞ്ഞ് അമ്മ വിജയശ്രീയിൽ ആളുതയായി ചിരിച്ചപ്പോൾ അപ്പുറത്തിരുന്ന അച്ഛനും പൊട്ടിച്ചിരിച്ചു. ആ ചിരി ഏട്ടനിലേക്കും രതീഷിലേക്കും പടർന്നപ്പോൾ എനിക്കും പിടിച്ചു നിൽക്കാനായില്ല. ഞാനും ചിരിച്ചു. അതുവരെ എൻ്റെ മനസ്സിനെ മതിച്ചുകൊണ്ടിരുന്ന എല്ലാ ഉത്കണ്ഠകളെയും യഥേഷ്ടം മേയാൻ വിട്ടുകൊണ്ട് മനസ്സ് തുറന്ന് ഞാൻ ചിരിച്ചു. ഈ കഥ നിങ്ങൾക്കിഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യൂ. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻ്റായി രേഖപ്പെടുത്തൂ. കൂടുതൽ കഥകൾ കേൾക്കാൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.